നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സർ, വന്ദേ മാതരം. വന്ദേ മാതരം. സാറേ, കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഏതാണ്ട് വളരെ പ്രധാനപ്പെട്ട 30 ടോപ്പ് ക്ലാസ് രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ ഭരണകൂടത്തിൻ്റെ തലവന്മാരോ അല്ലെങ്കിൽ ഭരണകൂട തലവന്മാർക്ക് തുല്യമായ പദവിയിലിരിക്കുന്നവരോ ആയ വ്യക്തികൾ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാണ്ട് 22 രാജ്യങ്ങൾ സന്ദർശിച്ചു. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്കുള്ള ഒരു ആ കാലയളവിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. 1.5 വർഷം. അപ്പോൾ സർ, ഇതൊരു ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ചില രഹസ്യങ്ങൾ ഈ നമ്മുടെ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട് നമുക്കിന്ന് അറിയാം. ലോകം മുഴുവനും ഇന്ത്യയുടെ ശബ്ദം ശ്രദ്ധിക്കുന്നു, നമ്മുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്കായിട്ട് ചെവിയോർക്കുന്നു. ലോകത്ത് എന്ത് സംഭവം ഉണ്ടായാലും ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് അറിയാൻ ലോകത്തിന് വലിയ ആഗ്രഹമുണ്ട്, പ്രത്യേകിച്ച് അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ 30 രാഷ്ട്രത്തലവന്മാരോ അല്ലെങ്കിൽ രാഷ്ട്രത്തലവന്മാർക്ക് തുല്യരായ ആൾക്കാരോ നമ്മുടെ രാജ്യത്ത് വരിക, അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി 22 രാജ്യങ്ങൾ സന്ദർശിക്കുക, നമ്മുടെ വിദേശകാര്യമന്ത്രിയൊക്കെ വളരെ കൂടുതൽ രാഷ്ട്രങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്. എന്തായിരിക്കും സാർ ഇതിൻ്റെ പിന്നിൽ ഉള്ള രഹസ്യം എന്താണ്? അത് രഹസ്യം അല്ല, ഡെഫിനറ്റായിട്ട് വാലിഡ് റീസൺസ് ഉണ്ട്. ഇത് വന്നതെല്ലാം വൈറ്റ്സ് ആണ്. വളരെ ബ്രൗൺ സ്കിൻഡൊക്കെ അല്ലെങ്കിൽ ബ്ലാക്ക് സ്കിൻഡായിട്ടുള്ള ലീഡേഴ്സ് അല്ല വന്നത്. എല്ലാം EU-ൽ പെട്ടവരും, യൂറോപ്യൻ യൂണിയൻ, റഷ്യ, മേജർ എനിക്കൊന്ന് 90% ഇവിടെ വന്ന, അതായത് ഇതൊരു 15 മാസത്തെ പീരീഡാണ്. നമുക്ക് ഇന്നേക്ക് 1.5 വർഷത്തിന് താഴെ ജൂൺ 1 തൊട്ട് നമ്മൾ ബാക്കിലോട്ട് എടുക്കുമ്പോൾ ഒരു 15 മാസത്തെ പീരീഡിൽ 30ഓളം ഞാൻ ഭൂട്ടാനൊക്കെ ഇതിനകത്ത് വരും. ഭൂട്ടാൻ ലീഡേഴ്സിന് ഇതിനകത്ത് ഞാൻ പെടുത്തിയിട്ടില്ല. എന്നാൽ ഞാൻ നമുക്ക് എന്തെങ്കിലും ഗുണം ഈ ടെക്നോളജിക്കലായിട്ടും അല്ലാതെയൊക്കെ എന്തെങ്കിലും ഗുണം അവർക്കും ഗുണം കിട്ടത്തക്ക അങ്ങനെയുള്ള രാജ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതായത് പരസ്പര സഹകരണത്തിലൂടെ രണ്ടു കൂട്ടർക്കും നേട്ടമുണ്ടാകുക, ലാഭമുണ്ടാകുക, രണ്ടു കൂട്ടർക്കും ലാഭമുണ്ടായിട്ട്. അപ്പം എനിക്ക് ഇത് അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് വേറൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. ഈ ഞാൻ പറഞ്ഞ 2025 ജനുവരി തൊട്ടുള്ള പീരീഡാണ് ഞാൻ പറയുന്നത്, തൊട്ട് ഈ മാസം വരെ. അതിനൊരു 2 വർഷം മുമ്പോ 3 വർഷം മുമ്പോ അല്ലേ നമ്മളെ ചൊവ്വയിൽ നമ്മളെ പര്യവേഷണം, നമ്മുടെ ആ പ്രൊജക്ടിന്റെ പേരെന്തായിരുന്നു? പിന്നെ ചൊവ്വയിലോട്ട് നമ്മളൊരു ഞാൻ മറന്നു, മാർസിലേക്ക് നമ്മള് ചാന്ദ്രയാൻ പോലെ പിന്നെ ഈ ചൊവ്വ പര്യവേഷണത്തിന് ഒരു പേരുണ്ട്, അതെന്തെങ്കിലും ആവട്ടെ. അപ്പൊ നമ്മള് ചൊവ്വയിലെത്തിയല്ലോ. അപ്പോൾ അതിന് ഈ വെസ്റ്റേൺ മീഡിയ ഇൻക്ലൂഡിങ് US മീഡിയ, റഷ്യ ഇല്ല അതിനകത്ത്, റഷ്യയും ഇസ്രായേലും ജപ്പാനും ഒന്നും ചെയ്തില്ല. ബാക്കി വെസ്റ്റേൺ മീഡിയയിലൊക്കെ ഒരു കാർട്ടൂൺ അല്ലെങ്കിൽ അതുപോലുള്ള സമാനമായ രീതിയിലുള്ള കാർട്ടൂണുകൾ പ്രത്യക്ഷപ്പെട്ടു. അതായത് ഒരു തലക്കെട്ട് കെട്ടിയ ഒരു ഇന്ത്യക്കാരൻ പശുവിനെയും കൊണ്ട് ചൊവ്വയുടെ ഡോറിൽ ഇങ്ങനെ മുട്ടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പശുവിൻ്റെ ആളുകളാണ്, പശുവിൻ്റെയും പാമ്പാട്ടിയുടെ ആളുകളാണ്. ഇവ എങ്ങനെ ചൊവ്വയിലെത്തി, വളരെ ചെറിയ പഴയ ബ്രിട്ടീഷുകാരന്റെ അല്ലെങ്കിൽ സായിപ്പിന്റെ ആ വർണ്ണവെറിയുടെ ഒരു അതിന്റെ പുതിയ രൂപം, അതിന്റെ ഒരു ലേറ്റസ്റ്റ്. അപ്പൊ ഇതാണ് ഈ വെസ്റ്റേൺ കൺട്രീസിന്റെ മനസ്സിലിരിപ്പ്. പാമ്പാട്ടികളുടെയും അത് അതിന്റെ കാരണം ബ്രിട്ടനാണ് അത് പറഞ്ഞ് പരത്തിയത്. അപ്പോൾ പിന്നെ ഈ വെസ്റ്റേണേഴ്സ്, റഷ്യക്കാരൊഴിച്ച് ബാക്കി പലരും റേസിസം ഉള്ളവരാണ്. പിന്നെ ജപ്പാൻകാരൻ വൈറ്റ് അല്ല, അതുകൊണ്ട് ഞാൻ ജപ്പാൻകാരൻ റേസിസം ഉണ്ടെന്ന് പറയില്ല. ഇസ്രായേലും അവർ വൈറ്റ്സ് ആണെങ്കിലും ഇസ്രായേൽ, ജപ്പാൻ, റഷ്യ ഇവർ 3 പേരും നമ്മളുമായിട്ട് വലിയ സ്നേഹത്തിലാണ്, ഒരുപാട് നാളുമുണ്ട്. ബാക്കിയുള്ളവരെല്ലാം നമ്മളോട് സമ്മതിക്കില്ല, നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മളോട് അസൂയയും എല്ലാം ഉണ്ട്. ഹൗ ക്യാൻ ദീസ് ഇന്ത്യൻസ് ബ്രൗൺ സ്കിൻഡ് ഡു ഇറ്റ് ഓൾ ദീസ് തിങ്സ്, ഇവർക്ക് എങ്ങനെ ഈ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ പറ്റും? അപ്പോൾ അങ്ങനെ വന്നപ്പോൾ
ഈ നമ്മുടെ ജിയോ പൊളിറ്റിക്സ് കംപ്ലീറ്റ് അങ്ങ് മാറി മറിഞ്ഞു. ചൈനയും US തമ്മിൽ അങ്ങ് ഉടക്കി. അത് ചൈനയുടെ കയ്യിലിരിപ്പുകൊണ്ടാണ് അങ്ങനെ ഉടക്കേണ്ടി വന്നത്. ചൈനയെ പ്രോപ്പപ്പ് ചെയ്ത് US ആണ്, അല്ലെങ്കിൽ ചൈന ഇന്നത്തെ പൊസിഷൻ എത്തില്ല. അപ്പോൾ അവർ തമ്മിൽ ഉടക്കി കഴിഞ്ഞപ്പോൾ അത് വലിയ ഉടക്കായി. അപ്പം ഈ ചൈനയാണ് ലോകത്തിലെ ഈ യൂറോപ്യൻ യൂണിയനിലും യൂറോപ്യൻ യൂണിയനിൽ 27 റഫ്ലി 27-30 പേരാണുള്ളത്. 30 മെമ്പേഴ്സാണ്. എല്ലാം കൂടെ വൈറ്റ്സ് വേറെയും ഒരുപാടുണ്ട്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട്, ജർമ്മനി, ഓൾ ലീഡിങ് വൈറ്റ് നേഷൻസ്. അവിടെ എല്ലാം US, ഇൻക്ലൂഡിങ് US, റഷ്യയില്ല, ഇൻക്ലൂഡിങ് US. ഈ രാജ്യങ്ങളിലൊക്കെ എനിക്ക് ഇത്തരത്തിൽ നമ്മുടെ കോവിഡ് സമയത്ത് ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ, അന്നിരുന്ന പ്രൈം മിനിസ്റ്ററുടെ പേര് മറന്നുപോയി, ഇപ്പോൾ ഇരുന്ന ആളുടെ തൊട്ട് മുമ്പ് അദ്ദേഹം ഓപ്പണായിട്ട് ഇങ്ങനെ ടോക്ക് ചെയ്ത് ഞാൻ കേട്ടത്. അതായത് നമുക്ക് അപ്പോൾ കോവിഡ് സമയത്ത് നമ്മുടെ ഈ സാനിറ്റൈസർ, ഒരു ഹാൻഡ് വാഷ് പോലും നമുക്ക് മാനുഫാക്ചർ ചെയ്യുന്നില്ല ഓസ്ട്രേലിയയിൽ. ഇത് പോലും ചൈനയിൽ നിന്ന് വരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കഷ്ടമാണ് എന്ന്. അപ്പോൾ ഓസ്ട്രേലിയ ഇവരുമായിട്ട് ഉടക്കി തുടങ്ങി, മൂർധന്യത്തിലെത്തിയില്ല. ഇത് തന്നെയാണ് എല്ലാ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും. ഞാനിപ്പം UK പോയപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-15 വർഷം മുമ്പ് UK പോയപ്പം മെയ്ഡ് ഇൻ ജർമ്മനി ഒരു സാധനം എനിക്ക് വേണമായിരുന്നു. ഒരു ചെറിയൊരു സാധനം, അതെനിക്ക് മെയ്ഡ് ഇൻ ജർമ്മനി മതി. അപ്പോൾ എനിക്കിതിൻ്റെ ഈ ഗ്രൗണ്ട് റിയാലിറ്റി അറിഞ്ഞോളൂ. അവിടെ മൊത്തം ഞാൻ അന്വേഷിച്ചു, ഇല്ല. മെയ്ഡ് ഇൻ ജർമ്മനി ഒരു ടോയ് ഞാൻ അന്വേഷിച്ചു, കാറ് ഇല്ല, എല്ലാം മെയ്ഡ് ഇൻ ചൈന. മെയ്ഡ് ഇൻ ചൈനയേ ഉള്ളൂ. അവസാനം ഞാൻ മെയ്ഡ് ഇൻ ചൈന കാർ ഇഞ്ഞ് വാങ്ങിച്ചോണ്ട് വന്നു, ടോയ് കാർ. അപ്പം എല്ലാ ഈ രാഷ്ട്രങ്ങളിലും ഇൻക്ലൂഡിങ് പിന്നെ ഞാൻ US പോയി, ഓസ്ട്രേലിയ പോയി, എല്ലാം മെയ്ഡ് ഇൻ ചൈന. വേറെ ഒരു മെയ്ഡ് ഇൻ ഫ്രാൻസ്, അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ഓസ്ട്രേലിയ, മെയ്ഡ് ഇൻ USA ഷിപ്പ് വാങ്ങിക്കാൻ പറ്റുമോ? USAയുടെ ഷിപ്പുണ്ട്, പിന്നെ വലിയ പ്ലെയിൻ ഉണ്ട്. നമുക്കതല്ലല്ലോ വേണ്ട, കൺസ്യൂമർ ഗുഡ്സ് അല്ലേ. അപ്പം ഇവിടെ എല്ലാം ഈ ഞാൻ UN പോയപ്പോൾ അത് കണ്ടു, ഓൾ മെയ്ഡ് ഇൻ ചൈന. അപ്പോൾ ഇത് ലോകത്തിൻ്റെ ഒരു ഫാക്ടറിയാണ്. കാരണം ഞാൻ അവിടെ വളരെ ലേബർ ചീപ്പാണ്. അപ്പോൾ പ്രൊഡക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് കൂടിയ വിലയ്ക്ക് ഈ നേഷൻസിന് കൊടുത്താലും ചൈനയ്ക്ക് ലാഭമാണ്, ഇവർക്ക് ചീപ്പുമാണ്. ഈ അവരുടെ രാജ്യത്ത് അത് ഉണ്ടാക്കണമെങ്കിൽ വലിയ ഒരു ജർമ്മനിയിൽ ഒരു റിമോട്ട് ഫിറ്റ് ചെയ്ത ഒരു കാറ് മെയ്ഡ് ഇൻ ജർമ്മനി ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് കോസ്റ്റ് കൂടുതലാണ്. അവിടെ കോസ്റ്റ് ഓഫ് ലേബർ കൂടുതലാണ് ഈ യൂറോപ്യൻ നേഷൻസിലൊക്കെ, US-ലും. അപ്പോൾ അതുകൊണ്ട് ചൈനയ്ക്ക് കൊട്ടേഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇവർ ചൈന കൊണ്ടാണ് ജീവിച്ചത്. അപ്പോൾ ആ ചൈനയുടെ മാർക്കറ്റ് അങ്ങ് പോയി തുടങ്ങി. ഇവർ US അങ്ങ് ഉടക്കിയുണ്ടും ഈ മറ്റുള്ള രാഷ്ട്രങ്ങൾ USA പുറകെ USA സ്പൈ ചെയ്തു. അവിടെ ഒരുപാട് ഇവന്മാർ റിവേഴ്സ് എഞ്ചിനീയറിങ്ങും പല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന USA പുറത്ത് പറഞ്ഞപ്പോഴാണ് ഈ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ജർമ്മനി, യൂറോപ്യൻ യൂണിയനും അവർക്ക് അങ്ങനെയാണ്. അമേരിക്കയ്ക്ക് അതാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെയാണ്. ഓസ്ട്രേലിയ വലിയ വെട്ടിലായിപ്പോയി. ഓസ്ട്രേലിയയുടെ പാർലമെന്റിനകത്ത് ഒരു ചൈനീസ് MP അവർ കൊണ്ടുവന്നു. അവര് ഓസ്ട്രേലിയൻ സിറ്റിസനാണ്, ചൈനക്കാരിയാണ്, പക്ഷെ കൂറ് ചൈനയുടെ. അത്ര ഭയങ്കരമായി ഓസ്ട്രേലിയ ഞെട്ടിപ്പോയി. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പം കഴിഞ്ഞ ഒരു 4 yearsആയിട്ട് ഈ ചൈനയെന്ന് നമ്മൾ പത്രത്തിലും TV-യിലൊക്കെ കാണുന്നുണ്ട്. പലരും ആപ്പിള്, വലിയ ഫാക്ടറീസ്, വലിയ ഫോക്സ് വാഗൺ, അവരെല്ലാം കുറ്റിയും പറിച്ചുണ്ട് തിരിച്ചങ്ങോട്ട് പോവും. അവർക്ക് തിരിച്ചങ്ങ് അമേരിക്കയിലോ യൂറോപ്യൻ യൂണിയനിലോ പോകാൻ പറ്റില്ല. അവിടെ ഇത് നടക്കില്ല. ഇപ്പോൾ ഫോക്സ് വാഗൺ ഉദാഹരണം, ജർമ്മനിയിൽ കാർ ഉണ്ടാക്കുന്നത് പലതും ചൈനയിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ അവരുടെ സ്പെസിഫിക്കേഷനിൽ ഈ കൺസ്യൂമർ ഗുഡ്സാണ് കൂടുതലും ചൈന എക്സ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് കാർ, ഫോക്സ് വാഗൺ, ഓഡി, ഇതെല്ലാം ഉണ്ടാക്കുന്നത് ചെക്കിലാണ്. ചെക്ക് റിപ്പബ്ലിക്കിലാണ്. കാരണം അവിടെ കോസ്റ്റ് കുറവാണ്, ജർമ്മനിയുടെ ബോർഡറാണ്. എന്നാലും ചെക്ക് ഇന്ത്യയെക്കാളും ചൈനയെക്കാളും കോസ്റ്റ്ലിയാണ്. അത് യൂറോപ്യൻ നാഷനാണ്. അപ്പോൾ സാർ അങ്ങനെയാണെങ്കിൽ ചൈന വിട്ട കമ്പനികൾക്ക് പിന്നൊരു ആശ്രയം ഇന്ത്യയാണ്. അല്ല, അവർ വിയറ്റ്നാമിലും ഇന്തോനേഷ്യയിലും ഒക്കെ പോയി പണികൾ ചെയ്തു. പക്ഷെ വിയറ്റ്നാമിനും ഇന്തോനേഷ്യയ്ക്കും
ഈ യൂറോപ്യൻ നേഷൻസിൻ്റെ 35 രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ, പിന്നെ പ്ലസ് അതർ കൺട്രീസ്, പിന്നെ ബ്രസീൽ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, USA, ഇത്രയും പേർക്കും കൂടെ സാധനങ്ങൾ കൊടുക്കാൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇല്ല ഇന്തോനേഷ്യക്കും. അവര് നമ്മളെക്കാളും ചെറിയ രാജ്യമാണ്. എല്ലാം. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ നമ്മൾ ഈ പറയുന്ന ഈ വൈറ്റ് നേഷൻസിന് ജീവിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അവരുടെ മറ്റേ വലിയ മാർട്ടുണ്ടല്ലോ, സൂപ്പർ മാർക്കറ്റ്, മറ്റേ വലിയ മോളുകൾ, ഒരുപാട് മോളുകളുണ്ടല്ലോ, അവിടെയൊക്കെ ഷെൽഫിൽ സാധനം വേണ്ടേ? അതെ അതെ അതെ. ഷൂ, ഡ്രസ്സ്, മറ്റത് മറിച്ചത്, ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടെ എവറിത്തിങ്. അല്ല, ഭക്ഷണ പദാർത്ഥങ്ങൾ അവര് തന്നെ കൊണ്ട്, ചൈനയൊന്നും വരില്ല, ചൈന സമ്മതിക്കില്ല. അത് അവര് സായിപ്പിന് ബുദ്ധിയുണ്ട്, സായിപ്പിന് ആ കാര്യത്തിൽ അവർക്ക് അത്ര വിശ്വാസമില്ല. അത് അവരുടെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഓറഞ്ച്, ഫ്രൂട്ട്സ് ഒക്കെ ചൈനയിൽ നിന്ന് വരുന്നുണ്ട്. ഞാൻ പറയുന്ന അതർ, ഇപ്പൊ ചിക്കൻ, മറ്റത് മറിച്ചതൊക്കെ അവിടെ തന്നെ വരുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ തൊട്ടടുത്ത രാജ്യങ്ങളിൽ നിന്നോ ബ്രസീലിൽ നിന്നോ അവിടെ നിന്നൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പറയുന്ന മറ്റേ ഫാക്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് അതെല്ലാം ചൈനയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരിത് മുഴുവനും ചൈനയെ കട്ട് ചെയ്ത്, ചൈനയെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പതുക്കെ അത് ഇന്ത്യയിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ ഇപ്പൊ ഗൂഗിൾ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ തുടങ്ങിയത് ഇവിടെയാണ്, ഇന്ത്യയില്, ഹൈദരാബാദിലോ ഗുജറാത്തിലോ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ. ശരിയാണ്, ഗുജറാത്തിലാണ്, അഹമ്മദാബാദിനടുത്ത് USA-ക്കാളും വലിയ ഒരു ഡാറ്റാ സെന്റർ. വഡോദര അവിടെയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എനിവേ ഇങ്ങോട്ടേക്ക് മാറ്റി. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വരില്ല. അപ്പം ചൈനയ്ക്ക് ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്ത് കപ്പലുകൾ ഇങ്ങനെ മലാക്ക സ്ട്രൈറ്റ് വഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചൈന വലിയ ക്ഷീണത്തിലാണ്, യൂറോപ്പും അമേരിക്കൻ ക്ഷീണത്തിലാണ്. ഇതിന് പകരം സാധനം വേണ്ടേ? അപ്പം നമ്മുടെ ഇന്ത്യ ഈസ് ദ ഓൺലി വൺ കൺസോളേഷൻ. ഇന്ത്യക്കാരെ വേണം. ഇന്ത്യ ഈസ് എ ബ്യൂട്ടിഫുൾ കൺട്രി. ഇന്ത്യ, യു ആർ മാർവലസ്, യു ആർ ഗ്രേറ്റ്, മോഡിജി, ദാറ്റ് തിങ്, ദിസ് തിങ് എന്ന് പറഞ്ഞ് സായിപ്പോ. അപ്പം നമ്മൾ എന്തോന്നു, നീ പണ്ട് നമ്മളെ ചീത്ത വിളിച്ചതല്ലേ, മാറുന്നില്ല അങ്ങോട്ട്, അങ്ങനെ പറയില്ല. ഇപ്പോഴത്തെ കണ്ടംപററി വേൾഡില് അത് പറയാനും പറ്റില്ല. എല്ലാം ബിസിനസ് ആണല്ലോ. അപ്പൊ ഇവിടെ ഇത് വരുമെങ്കിൽ നമ്മുടെ GDP അങ്ങ് കൂടും, നമ്മള് സെക്കൻഡോ തേർഡോ ഒക്കെ ആവും ഇതെല്ലാം കൂടെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇനിയുള്ള അടുത്ത ഒരു വലിയൊരു സയൻസ് ഫീൽഡ്. ഈ മറ്റേ ഇതുണ്ടല്ലോ, മിനറൽസ്, നമ്മുടെ റെയർ എർത്ത് മിനറൽസ്, ഈ ഇത് സെമി കണ്ടക്ടർ ചിപ്സ് ഉണ്ടാക്കാനൊക്കെ ഉള്ള അത്യാവശ്യം. അത് ചിപ്സ്, ഈ സെമി കണ്ടക്ടർ ചിപ്സ് ഇല്ലാതെ മുന്നോട്ട് പോകില്ല. 1950കളിലേക്ക് നമ്മൾ തിരിച്ചു വേണ്ടി എവരിത്തിങ്. സാർ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞല്ലോ, അപ്പൊ അത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അപ്പൊ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, പിന്നെ ഈ ചിപ്പ് മാനുഫാക്ചറിങ്, പിന്നെ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ഇങ്ങനത്തെ മേഖലകളിലൊക്കെ ഇവർക്ക് ഈ രാജ്യങ്ങൾക്ക് ഇവിടെ അവരിങ്ങനെ മത്സരിക്കുകയാണ്. അപ്പൊ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എല്ലാ രാജ്യങ്ങൾക്കും നമുക്ക് പറ്റില്ല. ജപ്പാൻ, പിന്നെ ഓസ്ട്രേലിയ, പിന്നെ സ്വീഡൻ, നെതർലാൻഡ്സ്, USA ഉണ്ട്. പക്ഷേ USA നമ്മുടെ ഇന്ത്യയായിട്ട് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഇതുപോലുള്ള വൈറ്റ് നേഷൻസ് അവർ ടെക്നോളജിയിൽ സുപ്പീരിയറാണ്. അപ്പം ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിസം എന്ന് പറഞ്ഞാൽ, അല്ല, ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് കാൽക്കുലേഷൻ, ആക്ച്വലി സിമ്പിളായിട്ട് പറഞ്ഞാൽ സാധാരണ കമ്പ്യൂട്ടറും ഈ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മറ്റേ ഒരു കമ്പ്യൂട്ടർ, ഉദാഹരണം ഈ പിന്നെ ഒരു ട്രക്ക്, അല്ല ഒരെന്നല്ല, 1000 സ്ഥലത്തേക്ക് പോകുന്ന ട്രക്കുകൾ, സാധനം ഡെലിവറി ആയിട്ട് പോകുന്ന ട്രക്കുകൾ, അത് ഇവരെത്ര മണിക്ക് പോകുന്നു, വരുന്നു, ബെസ്റ്റ് റൂട്ട്, ഫ്യൂവൽ കൺസംഷന് ബെസ്റ്റ് റൂട്ട് ഏതാണ്, എത്ര കുറഞ്ഞ സമയം എടുക്കും, ഇതെല്ലാം കമ്പ്യൂട്ടറിന് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അത് വർക്ക് ചെയ്യണമെങ്കിൽ, സാധാരണ കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതൊരു 100 years എടുക്കും.
ഓ, അത്ര ഈ കോംപ്ലക്സ്, എക്സ്ട്രീം കോംപ്ലക്സ് കാൽക്കുലേഷൻ ഉള്ള ഇതാണ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ഈ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അത് ചൈനയും USA വളരെ ഫ്രണ്ടിലാണ്, ജപ്പാനും. നമുക്കത് അവിടെ എത്തിയേ പറ്റൂ. എത്താതെ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചൊവ്വയിൽ നമ്മൾ അയച്ചില്ലേ, അപ്പൊ അതിന്റെ കാൽക്കുലേഷൻ ഇപ്പൊ മൂണിലും ഗഗാൻ നമ്മൾ അസ്ട്രോനട്ടിന് എവിടെയല്ലേ, അപ്പൊ അതിന്റെ എല്ലാം കാൽക്കുലേഷൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. പിന്നെ ഇത് എല്ലാ ഫീൽഡിലും ഉപയോഗിക്കും. നമ്മുടെ അൽഷിമേഴ്സിന്റെ ഡ്രഗ് കണ്ടുപിടിക്കുമ്പം ആ ഡ്രഗിന്റെ മോളിക്യൂൾ, ഒരു പുതിയ മെഡിസിൻ കണ്ടുപിടിച്ച ആ മോളിക്യൂൾ നമ്മുടെ ശരീരത്തിൽ, ഹ്യൂമൻ ശരീരത്തിൽ ഹൗ എഫക്റ്റീവ് ആയിട്ട് അത് വർക്ക് ചെയ്യും എന്നുള്ളതിന് ഒരുപാട് തരത്തിൽ സിമുലേഷൻസ് നടത്തും. അതെല്ലാം കമ്പ്യൂട്ടർ 1000 years എടുക്കും ഒരു സിമ്പിൾ കമ്പ്യൂട്ടർ ആണെങ്കിൽ. അപ്പോൾ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗിലാവുമ്പോൾ വളരെ ക്വാണ്ടം മെക്കാനിസം വഴി, മെക്കാനിക്സ് ഉപയോഗിച്ച്, അത് ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ചാണ്. ഫിസിക്സും മാത്സിന്റെ ഒക്കെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അതൊരു വലിയൊരു ഫീൽഡാണ്. ഈ നമ്മുടെ ചിപ്പ് പോലെ ഇനി അടുത്ത മനുഷ്യനെ രക്ഷപ്പെടുന്നത് സാർ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയൊക്കെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഇത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ ക്വാണ്ടം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം മെക്കാനിക്സ് കമ്പ്യൂട്ടിംഗ്, ഇതെല്ലാം ചെയ്യുന്നത് ഈ AI കൂടെ ചേർത്താണ്. ഇതെല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അത് പിന്നെ ഇപ്പോൾ പാകിസ്ഥാനോ പിന്നെ മറ്റുള്ള രാഷ്ട്രങ്ങൾക്കും അവർക്ക് സ്വപ്നം കാണാൻ പോലും കാണാൻ പറ്റില്ല. അപ്പൊ അതൊരു വലിയ ഫീൽഡാണ്. അപ്പൊ അവിടെ അതിന്റെ ആ ഫീൽഡിലെ സഹകരണം ഇന്ത്യയായിട്ട്, അപ്പൊ അവർക്കും അതുകൊണ്ട് ഗുണമുണ്ട്. അവര് ടെക്നോളജി, നമുക്ക് ഇവിടെ എന്ത് വന്നാലും ആത്മനിർഭർ ഭാരത്, ഈ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന നമ്മൾ മറ്റേ പ്ലെയിനിന്റെ സോഴ്സ് കോഡ് മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ലിത്തോഗ്രാഫി, അതിനാണ് മറ്റേ നമ്മുടെ നെതർലാൻഡ്സ് മാത്രമേ ആ ചിപ്പ് ഉണ്ടാക്കുന്ന ഒരു സിലിക്കോൺ വാഫറുണ്ട്. ആ വാഫർ പ്രിന്റ് ചെയ്യുന്ന മെഷീനാണിത്. ഈ മെഷീൻ ഇല്ലെങ്കിൽ ലോകത്ത് ഒരു രാജ്യത്തിന്, തൈവാന് പോലും ഉണ്ടാക്കാൻ പറ്റും. തൈവാനാണ് ഏറ്റവും കൂടുതൽ ചിപ്പ് ഉണ്ടാക്കുന്നത്. അവര് പോലും ഈ ലിത്തോഗ്രാഫി എന്ന് പറഞ്ഞ നെതർലാൻഡ്സിന്റെ പ്രിന്ററാണ്. ആ പ്രിന്റർ വാങ്ങിക്കാനാണ് മോഡിജി അവിടെ പോയത്. മനസ്സിലായ? ചുമ്മാ നമ്മൾ വാങ്ങിക്കുകയല്ല, നമ്മളിവിടെ അത് ഉണ്ടാക്കും. വിത്ത് ടെക്നോളജി പ്രിന്റർ ഇവിടെ ഉണ്ടാക്കും. അത് ഞാൻ അന്ന് പറഞ്ഞ പോലെ ഒരു ഡബിൾ ഡക്കറിന്റെ അത്ര വലിപ്പവും 30 ടണ്ണോ മറ്റോ വെയിറ്റും ഉള്ള. ആലോചിച്ച് നോക്ക് എത്ര ഭയങ്കര സാധനമാണ്. അപ്പൊ ഇതുപോലുള്ള ടെക്നോളജി ട്രാൻസ്ഫർ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നെതർലാൻഡ്സ് ഒരു കുഞ്ഞു രാഷ്ട്രമാണ്. നെതർലാൻഡ്സിന് ഇത് ചിപ്പ് അതിന്റെ വാഫർ പ്രിന്റ് ചെയ്യുന്ന മെഷീനും വെച്ചോണ്ട് അവിടെ ഇരിക്കാനേ പറ്റൂ. അവർക്ക് ഈ ടെക്നോളജി വെളിയിൽ, വിയറ്റ്നാമിന് കൊടുത്തിട്ട് കാര്യമില്ല. ഇന്ത്യ 1.5 ഫോറൊക്കെ ഇപ്പൊ 1.5 ബില്യൺ ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. ചൈന അടുത്ത പോലും ഇല്ല. ചൈന ചുമ്മാ പറഞ്ഞാണ് 1.4 എന്നൊക്കെ. ആക്ച്വലി 1.2ന്റെ താഴെ, 1.2ന്റെ താഴെ, എല്ലാം കള്ളമല്ലേ അവർ പറയുന്നത്. നമുക്കങ്ങനെ കള്ളം പറയാൻ ഒക്കില്ല. അപ്പൊ ഇത് വലിയൊരു മാർക്കറ്റാണ്. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് ഈ ടെക്നോളജിയൊക്കെ നമുക്ക് തന്ന് നമ്മൾ അതിന്റെ വിലയും കൊടുത്ത് അവരും അഫ്ലുവൻ്റ് ആവും. പിന്നെ ഇതൊരു 10 വർഷം കഴിയുമ്പോൾ ഇത് ഒബ്സലറ്റ് ആവും, ഔട്ട്ഡേറ്റഡ് ആയി. ഒന്നും എടുത്ത് പ്രശാന്തിന് ഞാൻ തരൂല, ഇത് എന്റെ മാത്രമാണെന്ന് വെച്ചിരുന്ന 10 വർഷം കഴിഞ്ഞാൽ വേറെ പ്രശാന്ത് അവിടെ പോയി വേറെ വാങ്ങിക്കും. അപ്പൊ ഇത് കൈ വെച്ചിരുന്നിട്ട് കാര്യമില്ല. പൈസ ഉണ്ടാക്കണമെങ്കിൽ നമ്മളെ ഇന്ത്യ പോലുള്ള പവർഫുള്ള രാഷ്ട്രങ്ങൾക്ക് തരികയും. അപ്പൊ ഇത് ക്വിഡ് പ്രോക്കോ എന്ന് പറയും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ വളരെ കൃത്യമായ ഒരു ട്രേഡ് ഡീലുകൾക്കാണ്. ട്രേഡ് ഡീൽ മാത്രമല്ല, ഇതെല്ലാം വരും. ടെക്നോളജി ഇൻവെസ്റ്റ്മെന്റ് 400 ബില്യൺ ഡോളേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, AI, ഈ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരുന്നത് ഇന്ത്യയിൽ. അപ്പൊ ഇത് മോദിജി അങ്ങോട്ടും പോകും, അവരിങ്ങോട്ടും വരും. പിന്നെ ഉർസല എന്ന് പറയുന്ന EU-ന്റെ പ്രസിഡന്റ് ഉണ്ട്. ഈ EU എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല 30 രാജ്യങ്ങൾ. അവരിവിടെ 2 പ്രാവശ്യം വന്നു.
ഈ 15 മാസത്തിനിടയ്ക്ക് 2 പ്രാവശ്യം അവർ വന്നു. ഈ അടുത്ത 2026 ഈ കഴിഞ്ഞ ജനുവരിയിൽ നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിന് യുവിൻ്റെ പ്രസിഡന്റും പിന്നെ അതിൻ്റെ കൂടെ വേറൊരു ജനറൽ പ്രസിഡന്റും കൂടെ വന്നു. 2 പേരും വന്നു, ലേഡിയും. അങ്ങനെ ഇവർ 2 പേരും കൂടെ USA പോലും ഈ അടുത്ത കാലത്ത് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞു. അപ്പൊ സിഗ്നിഫിക്കൻസ്, നമ്മുടെ രാജ്യത്തിന് തരുന്ന സിഗ്നിഫിക്കൻസ്, ഇത് ചുമ്മാ പൂച്ച മീൻ കടയിൽ കറങ്ങണ മീനിന്റെ കഷ്ണം കിട്ടാനാണല്ലോ. അപ്പൊ അവരിവിടെ വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് ഗുണമുണ്ടാവും, അവർക്ക് ലാഭം കിട്ടണം. പിന്നെ അടുത്തത് ഇനിയോ അതൊരു ഭയങ്കര ഒരു വിത്ത് എ ബാങ് എന്ന് വേണമെങ്കിൽ പറയാം. ജപ്പാൻ തക്കാച്ചി, സനായ് തക്കാച്ചി, അവര് നല്ല കിടില് നമ്മുടെ അബെ, പഴയ ജാപ്പാനീസ് പ്രൈം മിനിസ്റ്റർ അബെയുടെ ശിഷ്യയാണ്. അബയെ കൊന്നുകളഞ്ഞല്ലോ. അപ്പം ഈ അബെ ഇവര് നല്ല കടും കട്ടി സാധനമാണ്. ചൈനയ്ക്കൊക്കെ പേടിച്ച് വരച്ചിരിക്കുകയാണ് ഇവർ വന്നോണ്ട്. ഇവർ ഡിഫൻസ് ബഡ്ജറ്റൊക്കെ അങ്ങ് മാറ്റി. ജപ്പാൻ പണ്ട് ഒരു ബോട്ടും 5-6 തോക്കൊക്കെ ആയിട്ട് നടന്നതാണ്. പണ്ടല്ല, ഈ അടുത്ത കാലം വരെ എല്ലാം മാറി കംപ്ലീറ്റ്. നമ്മുടെ ഡിഫൻസ് ബഡ്ജറ്റിനോളം വരുന്ന 75, നമ്മൾ 75 ബില്യൺ 80 ബില്യൺ ആണ്. അവരുടെ ഏകദേശം 60 ബില്യൺ വരുന്ന ഒരു ലീപ്പാണ്, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ലേ, ഒരു ഭയങ്കര ലീപ്പാണ് അവരുടെ ബഡ്ജറ്റ് വന്നിരിക്കുന്നത്, ഒരു കുതിച്ചുചാട്ടം. അപ്പൊ ചൈനയ്ക്കൊക്കെ ഞെട്ടിയിരിക്കണം. ആ തക്കാച്ചി, സന തക്കാച്ചി ഇവിടെ വരെയാണ്. ജൂലൈയിലോ ഓഗസ്റ്റിലോ ആണ് ഇവിടെ വരുന്നത്. മാത്രമല്ല അവര് 3rd ബിഗസ്റ്റ് എക്കോണമിയാണ്. 12 ബില്യൺ ജനങ്ങളെ അവർക്കുള്ളൂ. അല്ല സോറി, 12 കോടി ജനങ്ങളെ ഉള്ളൂ. പൈസ ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് വിശ്വാസമുള്ള ഇന്ത്യക്ക് കൊടുക്കാൻ, വേറെ ആർക്കും കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല. ഇപ്പൊ തന്നെ ജപ്പാന് വെളിയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്ന രാഷ്ട്രം എവിടെയാണ്? ഇന്ത്യയാണ്. വേറെ ആർക്കും അവർ കൊടുത്തില്ല. അപ്പൊ നമ്മളോടുള്ള വിശ്വാസം. അപ്പോ ജപ്പാൻ പ്രൈം മിനിസ്റ്റർ വരുന്നു. പിന്നെ നമ്മൾ ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങോട്ട് വരായിരുന്നു. അത് 2025 നവംബറിൽ റെഡ് ഫോർട്ടിന്റെ അടുത്ത് മറ്റേ സ്ഫോടനം ഉണ്ടായല്ലോ, ടെററിസ്റ്റ് ഡോക്ടേഴ്സ്, വൈറ്റ് കോളർ ടെററിസ്റ്റ്. അതോടെ അദ്ദേഹം ഡിസംബറിൽ വരായിരുന്നാണ്. അത് മാറ്റി. ഇപ്പോൾ ഉള്ളത് പറയില്ല, 3-4 ദിവസം മുമ്പ് പറഞ്ഞിട്ട് അതെങ്ങി വരും. അപ്പൊ പിന്നെ നമ്മൾ റഷ്യയിലോട്ട് പോവുകയാണ്. ഇന്ത്യ ഇപ്പം മെയ് മാസത്തിൽ പോകേണ്ടതായിരുന്നു. ഇപ്പൊ ചുമ്മാ അല്ല പോണത്, എല്ലാം കരാറ് ഒപ്പിടുകയാണ്. ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ കരാറിൽ ഒപ്പിടാനാണ്. അപ്പോൾ സാറി, അപ്പോൾ ഇങ്ങനെ ഒരു വലിയ സാമ്പത്തിക മേഖലയിൽ, വ്യാപാരത്തിന്റെ കാര്യത്തിൽ, അതുപോലെ പ്രതിരോധത്തിന്റെ കാര്യത്തിലൊക്കെ ഈ 30 രാജ്യങ്ങളും ഇൻ ഓൾ സ്പിയേഴ്സ്, എല്ലാ അർത്ഥത്തിലും എല്ലാ തലത്തിലും ഈ 30 രാജ്യങ്ങളുമായിട്ട് ഒരു സഹകരണം നമ്മൾ ഉറപ്പുവരുത്തി എന്നാണ് ഈ സന്ദർശനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഉറപ്പുവരുത്തി അതിൻ്റെ കൂട്ടത്തിൽ ഈ USA ചൈനയും തമ്മിൽ അടിച്ചത് അവർ തമ്മിലുള്ള പ്രശ്നം. ഈ അമേരിക്കയുടെ പ്രവൃത്തികൾ കാരണം കുറച്ച് നാളായിട്ട് അമേരിക്കൻ USA നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രമായി, ചൈനയെ പോലെ തന്നെ അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. അപ്പം അത് അവിടുത്തെ ഡീപ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ USA ഇല്ലാതെ ഇന്ത്യക്ക് ജീവിക്കാൻ പറ്റും എന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കുകയാണ്. USA നിങ്ങൾ ക്വിൻറ്റെസൻഷ്യൽ അല്ല, നിങ്ങളുമായിട്ട് നമുക്ക് ഉടക്കൊന്നും ഇല്ല. പക്ഷെ നിങ്ങൾ വിചാരിക്കേണ്ട സാങ്ഷൻ കൊണ്ടുവന്ന് ഞങ്ങളെ മൂക്കിക്കൂടെ വലിച്ചു കളയാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ റോങ്. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നമ്മൾ ഓയിൽ വാങ്ങിക്കും. നിങ്ങൾ കിടന്ന് ചെയ്യാനുള്ള, ഇപ്പോൾ ഒരു ഇറാൻ്റെ കൂടെ തന്നെ അവര് വിഷമിക്കുന്നുണ്ടല്ലോ. സത്യത്തിലെ അമേരിക്ക കെണിയിലാകപ്പെട്ട അവസ്ഥയാണ്. സുപ്പീരിയർ പവർ കൊണ്ടൊന്നുമല്ല, വേറെ പല സാഹചര്യങ്ങളാൽ അവര് USA വിഷമിക്കുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നുമില്ല. സിംഗപ്പൂരിന്റെ വിദേശകാര്യമന്ത്രിയോ മറ്റോ പറഞ്ഞിരുന്നു, ഈ ഇറാൻ യുദ്ധം തുടങ്ങുന്ന ആ സമയത്തൊക്കെ ഈ സാങ്ഷനൊക്കെ വന്നപ്പോഴേ, നിങ്ങൾ USA ആലോചിക്കണം, നിങ്ങൾ സിംഗപ്പൂരിന് USA ഇല്ലാതെ ഒരു പക്ഷേ ജീവിക്കാൻ പറ്റും. പക്ഷെ USA-ക്ക് ഞങ്ങളെ പോലുള്ള രാഷ്ട്രങ്ങൾ ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ USA ട്രേഡ് കൊണ്ടാണ് ജീവിക്കുന്നത്. അവരെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചാലല്ലേ രക്ഷപ്പെടുള്ളൂ. ഈ ട്രംപും മക്രോണും
ഇതിനിടയ്ക്ക് പറയാൻ പറ്റും, മക്രോണും ഇത് ഇവിടെ ഒരു ഫ്രാൻസ് വന്ന് ഡീലൊക്കെ ഒപ്പിട്ട് ഇപ്പൊ മോഡിജി അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്, അടുത്ത ആഴ്ച അങ്ങോട്ട് പോകാൻ. ഇതെല്ലാം ഇതാണ് ഡീൽ ഒപ്പിടലാണ്, വ്യാപാരമാണ്. ഇന്ത്യക്കും ഫ്രാൻസും മോശമില്ല. അല്ല, ഫ്രാൻസും ഇന്ത്യയായിട്ട് പ്രതിരോധ രംഗത്ത് പോലും തൊട്ട് താഴെയാണ്, ഫ്രാൻസിന്റെ തൊട്ട് താഴെയാണ്, നമ്മുടെ തൊട്ട് താഴെയാണ് ഫ്രാൻസ്, അതിന്റെ താഴെയാണ് GDP യു കെ. ഈ ഫ്രാൻസ് നമുക്ക് റഷ്യയെ പോലെ ഇസ്രായേലിനെ പോലെ ഒരു ഉറച്ച പങ്കാളിയല്ല. അവര് ഭയങ്കരമായിട്ട് ശ്വാസം പിടിക്കുന്നുണ്ട്. മറ്റേ റഫേലിന്റെ സോഴ്സ് കോഡ് തരാൻ പറ്റില്ല, മറിച്ചാണ് റഫേൽ എടുത്തോണ്ട് വയ്ക്കും, 10 രൂപ കുറച്ച് തരാൻ പറ്റും, അതിന്റെ സോഴ്സ് കോഡ് ഒന്നും തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് മാറി സ്വീഡന്റെ ഗ്രിപ്പൈനിലേക്ക് പോയത്. പിന്നെ റഷ്യയുടെ Su-57 നമ്മൾ പോകാൻ കാര്യം ഫ്രാൻസിന്റെ കടമെടുത്താണ്. അപ്പൊ ഫ്രാൻസ് ഈസ് ഓക്കെ. പക്ഷെ ചില സമയത്ത് ഇവന്മാര് മൂരാച്ചി സ്വഭാവം എടുത്തോളൂ ചില സമയത്ത്. അപ്പം അവര് മനസ്സിലാക്കാത്തത് കളിക്കുന്നത് അവർക്കറിയാം. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് പറഞ്ഞാൽ നോബഡി ഈസ് ഇൻഡിസ്പെൻസിബിൾ ഫോർ ഇന്ത്യ. നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് റഷ്യയുണ്ട്, ജപ്പാനുണ്ട്, ഇസ്രായേലുണ്ട് നമ്മുടെ കൂടെ പാറ പോലെ ഉറച്ചു നിൽക്കുന്നത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ചെറിയ രാഷ്ട്രങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ വേണമെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ വേണം. അല്ലാതെ മറ്റേ ഈ ഗീവ് ആൻഡ് ടേക്ക് പോളിസി പോലെ മറ്റേ ബ്രിട്ടീഷുകാരെ ഇപ്പൊ ഈവൻ ബ്രിട്ടൻ ഇപ്പം പുറകെ നിൽക്കുകയല്ലേ ഇങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ പുറകെ, എന്ത് വേണം തരാം. ട്രേഡ് ഒപ്പിട്ടല്ലോ. അല്ല, നമ്മള് ആ ട്രേഡ് കരാർ ഒപ്പിട്ടു. ഈ നമ്മുടെ അവരുടെ ഇതുണ്ടല്ലോ റോൾസ് റോയ്സ് എഞ്ചിൻ, ആ റോൾസ് റോയ്സ് എഞ്ചിൻ അതും ഇതിനകത്തുണ്ട്. മറ്റേ നമ്മുടെ പൈസ മേടിച്ചിട്ട് US പൈസ മേടിച്ചിട്ട് ഒന്നും തന്നില്ല. പൈസ എവിടെ പോവുകയും ചെയ്തു. ഈ റോൾസ് റോയ്സ് അതിൻ്റെ ഇതായിട്ടുണ്ട്. അപ്പം നമ്മൾ റോൾസ് റോയ്സ് എഞ്ചിനും എനിക്ക് തോന്നുന്ന എംബ്രയർ എന്ന് പറഞ്ഞ ബ്രസീലിൻ്റെ ഭയങ്കര വേൾഡ് ഫേമസ് എയർക്രാഫ്റ്റ് ആണ്. അത് നമ്മളവിടെ മാനുഫാക്ചർ പാസഞ്ചർ എയർക്രാഫ്റ്റ്. എനിക്ക് തോന്നുന്നു അതിലാണോ ഈ റോൾസ് റോയ്സ് എഞ്ചിൻ വെക്കാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ റോൾസ് റോയ്സ് എഞ്ചിൻ ഇവിടെ സന്നിവേശം ഇന്ത്യയിലേക്ക് കരാറായി കഴിഞ്ഞാൽ ബ്രിട്ടൻ്റെ ഒന്നുമില്ല, ഇതുപോലുള്ള ടെക്നോളജി മാത്രമേ ഉള്ളൂ. അപ്പൊ കൊടുത്തല്ലേ അവര് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പട്ടിണിയായി. പിന്നെ അവിടെ വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും സാർ, ഈ നമ്മൾ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ 15 മാസത്തിനിടയ്ക്ക് ഇത്രയും ഈ ലോകരാഷ്ട്ര തലവന്മാർ അല്ലെങ്കിൽ അതിന് തുല്യമായ ആൾക്കാർ ഇന്ത്യയിൽ വരികയും അതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി 22 രാജ്യങ്ങൾ സന്ദർശിക്കുകയും ചെയ്തത് ഒരു നിസ്സാര കാര്യമല്ല. ഈ 22 രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെ റെഡ് കാർപ്പറ്റ് ഇതാണ്. അതെ, വലിയ സ്വീകരണം. അവരുടെ പാർലമെന്റിലേക്ക് അവരുടെ ഏറ്റവും വലിയ ബഹുമതികൾ കൊടുത്ത് ആദരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു മാറിയ ലോകക്രമത്തിന്റെ ഭാഗമായിട്ടും കൂടി സംഭവിച്ചിരിക്കുന്നതാണ്. നമ്മുടെ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാൻ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ ഇത് നമ്മുടെ നാട്ടിൽ പിന്നെ പറഞ്ഞു വന്ന രാഷ്ട്രീയമായി മാറും. ഇവിടെ പലർക്കും അത് ഇതൊന്നും അത്ര രുചിക്കുന്നില്ല, പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും അതിപ്പോ ഇസ്രായേലിലുണ്ടല്ലോ, ബെഞ്ചമിൻ നെതന്യാഹു ചീത്ത വിളിക്കുന്ന ഒരു, പിന്നെ അപ്പൊ US ഡെമോക്രാറ്റ്സ് ഉണ്ട്, ഇയാൾ ഇങ്ങനെ ചീത്ത വിളിച്ചോണ്ടിരിക്കുന്നു. അതൊക്കെ അവിടെ കിടക്കും എന്ന് പറഞ്ഞു. പക്ഷെ മുന്നോട്ട് പോകാനുള്ളത് നമ്മൾ മുന്നോട്ട്, പിന്നെ ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ഇവിടെ ഉണ്ടെന്ന് ഇവർക്കറിയാം, അല്ലെങ്കിൽ വരില്ല ഇങ്ങോട്ട്. അതെ, ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു കോയിലേഷൻ ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ അവരിതൊക്കെ നോക്കും, പഠിക്കും. പിന്നെ 7.8 ആണ് GDP. ഇപ്പൊ ലേറ്റസ്റ്റ് കഴിഞ്ഞ വർഷം വലിയ വളർച്ചയാണ്. ഒരു രാജ്യത്തിനും ഇല്ല 7.8. വലിയ സാമ്പത്തിക കുതിപ്പാണ് നമുക്കുണ്ടായിരിക്കുന്നത്. എന്തായാലും നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മ ഇല്ലാതാകട്ടെ, ദാരിദ്ര്യം ഇല്ലാതാകട്ടെ, രാഷ്ട്രം കൂടുതൽ സമ്പന്നമായി തീരട്ടെ, ജനങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന ലക്ഷ്യത്തോടു കൂടി. ഒരു കുഞ്ഞ് കറക്ഷൻ, പിന്നെ ഇതൊക്കെ ചെയ്ത് നമ്മുടെ പ്രൈം മിനിസ്റ്ററും നമ്മുടെ അഡ്മിനിസ്ട്രേഷനും ഇതെല്ലാം ചെയ്ത് നമ്മുടെ ഭാരതം ഇപ്പം ട്രംപ് പറഞ്ഞല്ലേ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞ പോലെ, അവർക്ക് ഗ്രേറ്റ് അഗെയിൻ പറയാനില്ല. കാരണം അവർ വന്നിട്ട് കഷ്ടിച്ച് 200 വർഷം മറ്റല്ലായിരുന്നു. പക്ഷെ നമ്മൾ ഗ്രേറ്റ് ആയിരുന്നു, റിച്ചസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആയിരുന്നു. അപ്പൊ അതേപോലെ ബാക്ക് ടു ഒരു പഴയകാല പ്രൗഢിയിലേക്ക് മേക്ക് ഭാരത് ഗ്രേറ്റർ അഗെയിൻ ആക്കാനുള്ള പ്രവൃത്തിയായിരിക്കും ഇദ്ദേഹം. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. വന്ദേ മാതരം.